കഴിഞ്ഞ ദിവസം ചൈനീസ് ബാൾസം കട്ടിങ്സ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കേണ്ടതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് ഇത് എങ്ങനെയാണ് നടേണ്ടത്, എങ്ങനെയാണ് പോട്ടി മിക്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതെല്ലാം കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച അതേ കട്ടിങ്സാണ് നടാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി പോട്ടിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കുറച്ച് ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അത് ഹോള് ബ്ലോക്ക് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പോട്ടിൻ്റെ പകുതിയോളം മണ്ണിട്ട് കൊടുക്കണം. 1/4 ഭാഗം മാത്രമേ നമ്മൾ നട്ട് കഴിയുമ്പോൾ മണ്ണ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം പകുതിയോളം മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ചെടി നട്ടതിന് ശേഷം ബാക്കി മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഈ വേര് പിടിപ്പിച്ച കട്ടിങ്സിനെ ഈ മണ്ണിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി പോട്ടിൻ്റെ 1/4 ഭാഗം വരെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ചൈനീസ് ബാൾസൊക്കെ നടുമ്പോൾ പ്രത്യേകിച്ചും പോട്ടിൻ്റെ 1/4 ഭാഗം മാത്രമേ മണ്ണുണ്ടാകാൻ പാടുള്ളൂ. പിന്നെ ചെടി വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് അതിലേക്ക് മണ്ണും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് പോട്ടിന് വേണം. ഇനി ചെടികൾ നശിച്ചു പോവാതെ പെട്ടെന്ന് പിടിച്ചു കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. അതാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. 2 മില്ലി ഹൈഡ്രജൻ പെറോക്സൈഡ് 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നട്ട ഉടനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മണ്ണിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ റൂട്ട് പെട്ടെന്ന് വളരാനും പിന്നെ ചെടിയിൽ കീടശല്യം വരാതിരിക്കാനൊക്കെ ആയിട്ട് ചെടിയുടെ മുകളിലൂടെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് കറക്റ്റ് ആണെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് നട്ട് വെച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിലിത് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്. ആ ഫ്ലവർ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലാണ് ആ ചെടിക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സ് വളരുന്നുണ്ട്. ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരാനുള്ള ഫെർട്ടിലൈസർ എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.